ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും പ്രയർ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ ബലവും നമ്മുടെ ആവശ്യങ്ങൾക്ക് അത്താണിയും സഹായവുമായ ദൈവത്തിൽ നിന്ന് സമാധാനമൊക്കെ പ്രാപിപ്പാൻ ഈ പ്രാർത്ഥന മീറ്റിംഗ് സഹായിക്കട്ടെ, സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കട്ടെ. 55-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ. എനിക്ക് ചെവി തന്ന് ഉത്തരം അരുളണമേ. ശത്രുവിന്റെ ആരവവും നിമിത്തവും ദുഷ്ടന്റെ പീഡനം നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ 16-ാമത്തെയും വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. ദാവീദ് ഇങ്ങനെ എഴുതുന്നു: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നത് മിസ്റ്റർ കോശി പി തോമസ്. കേൾക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരാഴ്ചയുടെ തുടക്കം മുതൽ ഇന്നേ ദിവസം വരെ ഞങ്ങളുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടായി ഞങ്ങളെ വഴി നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിവിധപരമായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഒരുമിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയും ബലവും ശക്തിയും പ്രാപിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണം. സഭയുടെ വിവിധപരമായിട്ടുള്ള ആവശ്യങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അത് നടത്തുവാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാക്കണം. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റിക്കും വിവിധ സംഘടനകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഇപ്രകാരം അല്പസമയം അവിടുത്തെ സന്ധിയിൽ ചെലവഴിക്കുവാൻ തരുന്ന വലിയ സാവകാശത്തിനായിട്ടും അവസരത്തിനായിട്ടും സാഹചര്യത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ പ്രെയർ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പങ്കെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടായി ഞങ്ങളെ വഴി നടത്തുന്ന എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യും. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവചനത്തിനായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവം ഞങ്ങളെ അവിടുത്തെ കൃപയാൽ വഴി നടത്തുമെന്ന് വിശ്വസിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദൈവത്തിൻ്റെ ബലം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അരുളുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തെ അവിടെ ഞങ്ങൾക്ക് തരണം. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വിവിധ റോളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വേണ്ട ദൈവവചനം പങ്കുവയ്ക്കുന്ന അച്ഛനെ അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട് ഈ ദേശത്തായിരിക്കുമ്പോൾ ദൈവിക വേലയ്ക്ക് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ അല്പസമയം തിരുസന്ധിയിൽ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വിചാരങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണം.
ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ സന്നിധിയിലെത്തുവാൻ സഹായിക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായിട്ട് യാചിച്ചു കൊള്ളുന്നു. ആമേൻ. ആമേൻ. താങ്ക് യു കോശിച്ചേ. ഇപ്പോൾ നമുക്ക് പാട്ടുകൾക്ക് വേണ്ടി ഒരുങ്ങാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. പാട്ടുകൾ നേതൃത്വം നൽകുന്നത് ബ്ലസ്സി ഫിലിപ്പും ഞാനുമാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായും പാട്ടുകൾക്കായിട്ടും ഒരുങ്ങുകയും ദൈവത്തിൽ ആശ്രയം വെക്കുകയും ചെയ്യാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകു പോലൊരുക്കണമേ, ഇന്നു മെഴുകു പോലൊരുക്കണമേ. ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ, സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ, നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, എൻ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ശുദ്ധാത്മാവെ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവെ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവെ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവെ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവെ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവെ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക, ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക, ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവെ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവെ നിത്യതയിലെത്തുവോളവും.
പാപം നീതി ന്യായവിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ ബന്ധക്കോസ്തിൻ വന്നോരാവിയേ. പാപം നീതി ന്യായവിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. അമ്പരത്തിൽ നിന്നിറങ്ങി അഗ്നിനാവുകൾ അൻപോടമർന്നെല്ലാരിലും ശക്തി നാവുകൾ. അമ്പരത്തിൽ നിന്നിറങ്ങി അഗ്നിനാവുകൾ അൻപോടമർന്നെല്ലാരിലും ശക്തി നാമ്പുകൾ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവനായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. രണ്ടോ മൂന്നോ പേരെവിടെ എന്റെ നാമത്തിൽ ഉണ്ടാവിടെ ഉണ്ടു ഞാനെന്നേകി വാഗ്ദത്തം. രണ്ടോ മൂന്നോ പേരെവിടെ എന്റെ നാമത്തിൽ ഉണ്ടാവിടെ ഉണ്ടു ഞാനെന്നേകി വാഗ്ദത്തം. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ദൈവം അവസരം നൽകിയല്ലോ.
കല്ലായുള്ള ഹൃദയങ്ങളെ ഉരുക്കി ഹല്ലേലൂയ ഗീതം പാടാൻ ദൈവം ഒരുക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും ഏകാഗ്രമാകട്ടെ. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണല്ലോ. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന മിസ്സസ് സുജ ബിജുവും മിസ്സസ് റിബേക്ക ഡോണിയുമാണ്. അതിനുശേഷം ബൈബിൾ റീഡിംഗ്, ശേഷം ഇന്നത്തേക്ക് ആവശ്യമായ ദൈവവചനം, അതിനുശേഷം കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്നുകൂടെ ഏകാഗ്രമാക്കാം. നാം ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അറിവിലും അറിയാതെയും രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും ഭാരപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമായ ആളുകളെ നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിൽ, ഇടവകയുടെ പുറത്ത്, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും ഒക്കെ ഭാരപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ദൈവകരങ്ങളിൽ അങ്ങനെയുള്ളവരെ പ്രാർത്ഥനയിൽ വഹിക്കാം. അതേപോലെ ഇടവകയിലെ എല്ലാ പ്രായം ചെന്നവരും ക്ഷീണിതരുമായ ആളുകളെ പ്രേയറിൽ ഓർക്കാം. ദൈവാലയത്തിൽ വരാനും ആരാധനയിൽ പങ്കെടുക്കാനും സാധിക്കാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നവര്, പുറത്തേക്കൊന്നും യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കാത്തവരായ ആളുകൾ, അങ്ങനെയുള്ളവരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവം ആശ്വാസവും സമാധാനവും നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നവരായ എല്ലാവരെയും നമുക്കൊരു നിമിഷം പ്രേയറിൽ ഓർക്കാം. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, പലതരത്തിലുള്ള ടെർമിനൽ ഇൽനെസ്, മറ്റ് പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നവർ. നമ്മൾ അറിയുന്നത് പോലെ പല ആളുകൾക്കും ക്യാൻസർ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട് പല ആളുകളും ഭാരപ്പെടുന്നു. സൗഖ്യവും ആശ്വാസവും സമാധാനവും ദൈവത്തിൻ്റെ കൃപയും പ്രാപിപ്പാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. യങ് ചിൽഡ്രൻ ആൻഡ് യങ് യൂത്ത് മെമ്പേഴ്സ്, നമുക്ക് എല്ലാവരെയും പ്രേയറിൽ ഓർക്കാം. നമ്മുടെ കുട്ടികൾ പലരും പല സ്ഥലങ്ങളിൽ ജോലിക്കായിട്ടും അതേപോലെ പഠിക്കാനായിട്ടും ഒക്കെ പോയിരിക്കുന്നു. വിദേശങ്ങളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ജീവിതം, അവരുടെ അനുഗ്രഹം, അവരുടെ ഭാവി, വിദേശങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. പഠനത്തിനായിട്ട് അവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇവിടെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ വളർച്ചയെ, അവരുടെ ജീവിത ആവശ്യങ്ങളെ, അവരുടെ പഠനത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള യൂത്ത് മെമ്പേഴ്സ് ഉണ്ട്. ജോലി ചെയ്ത് തുടങ്ങിയവർ, അവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുട്ടികളെ പ്രാർത്ഥനയിൽ ഓർക്കാം. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന അതുപോലെ തന്നെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നന്മയും ഒക്കെ അവർ പ്രാപിപ്പാനായിട്ട് ഇടയാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തിനായിട്ടും ദേശവാസികൾക്കായിട്ടും പ്രാർത്ഥിക്കാം. ഇപ്പോൾ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയമാണ്. ക്രിസ്തുവായ ദൈവത്തെ അറിയുവാനും ദൈവത്തിങ്കലേക്ക് ആദായപ്പെടാനും സകലരെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല സമൂഹങ്ങളുടെ മധ്യേ, പല വിശ്വാസ സമൂഹങ്ങളുടെ, പല മതങ്ങളുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസം നഷ്ടമായി പോകാതെ ദൈവമേ നിന്റെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണാധികാരികളെ പ്രേയറിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിലുള്ള റിട്ടയർഡ് ആളുകളെ എല്ലാം പ്രേയറിൽ ഓർക്കാം. വർക്കിംഗ് ആൻഡ് റിട്ടയർഡ് പീപ്പിൾ. നമുക്കറിയത്തില്ല ഈ ജോലി ചെയ്യുന്നവരൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണെന്ന്. അവരവരുടെ ഓഫീസുകളിൽ, ജോലി സ്ഥലങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒക്കെ ഓരോ ആളുകളും നേരിടുന്ന പ്രതിസന്ധി പലതാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ, ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സീനിയേഴ്സിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കമ്പനിയിലുള്ള ഓരോരോ ഇഷ്യൂസുകൾ, ഇങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ നമ്മുടെ ഇടവകയിലെ ജനങ്ങൾ, ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് ദൈവമേ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ചിലർ ഇതൊന്നും സഹിക്കാൻ വയ്യാതെയും നേരിടാൻ വയ്യാതെയൊക്കെ കുഴഞ്ഞു പോകുന്നവരുണ്ട്. പലതരത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ പോകുന്നവരായ ആളുകൾ ഉണ്ട്. പ്രത്യേകമായി നമുക്ക് പ്രേയറിൽ ഓർക്കാം. നമുക്കൊക്കെ ഓരോരോ ബാധ്യതകളുണ്ടല്ലോ. വീടുകൾ വാങ്ങിയവർ, അതിനുവേണ്ടി പണം അടയ്ക്കേണ്ടവർ, EMI, പലതരത്തിലുള്ള EMI, അതിനൊക്കെ ഇടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാതെ
ദൈവമേ നീ കാക്കണമേ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് റിട്ടയർഡ് പീപ്പിൾ, അവരുടെ വിശ്രമ ജീവിതത്തിലാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ജീവിക്കുന്നു. ദൈവമേ നിന്റെ കൃപയിൽ റിട്ടയർഡ് ആയ ആളുകളെ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയാണ്. പഠനത്തിൻ്റെ ഇടയിൽ ഒത്തിരി ആവശ്യങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ട്. മത്സരമാണല്ലോ നമ്മുടെ ചുറ്റിലും. ഉറക്കളച്ചും സമയം വേണ്ടുന്ന പോലെ ഉറങ്ങാതെയും ഒത്തിരി പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ആരോഗ്യം നഷ്ടമാകാതെ, അവരുടെ സന്തോഷങ്ങൾ നഷ്ടമാകാതെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ എക്സാംസിലൊക്കെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യുവാൻ സഹായിക്കണം. എന്നിരുന്നാൽ പോലും അവർ നന്നായി പഠിക്കണം. എന്നിരുന്നാൽ പോലും ദൈവമേ മറ്റു കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ, സന്തോഷിപ്പാൻ, മാതാപിതാക്കളുമായി സന്തോഷിപ്പാൻ, പുറത്തു പോകാൻ, അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ സീനിയർ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ നമ്മുടെ ഇടവകയിലുണ്ട്. പുതിയ അലയൻസസ് ഒക്കെ വന്നവർ ഇടവകയിലുണ്ട്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ആലോചനകളും ഒക്കെ നടത്തുന്നവരുണ്ട്. ദൈവമേ ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ വീടുകളിലും വിവാഹ ഗീതങ്ങൾ ഉണ്ടാകുവാൻ, പുതിയ വിവാഹ ഗീതങ്ങൾ, സന്തോഷത്തിൻ്റെ വിവാഹ ഗീതങ്ങൾ, സമാധാനത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ വിവാഹ ഗീതങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലും പള്ളിയിലും ഒക്കെ ഉയരുവാൻ ഇടയാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ കുട്ടികളില്ലാതെ ഭാരപ്പെടുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസങ്ങൾ നൽകുവാൻ ദൈവമേ നീ പ്രസാദിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ നാളുകളായി ട്രീറ്റ്മെൻറ്റുകളിൽ കൂടെ കടന്നു പോകുന്നവർ, കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർ, പ്രതീക്ഷിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഒക്കെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിനായി ദൈവത്തോട് അപേക്ഷിക്കാം. അതേപോലെ നമ്മുടെ ചെറുപ്പക്കാരായി ജീവിക്കുന്ന യങ് കപ്പിൾസിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മൾ ചുറ്റിലും കാണുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം പള്ളിയുമായുള്ള ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഉല്ലാസങ്ങളിലും ലോകത്തിൻ്റെ ആഘോഷങ്ങളിലൊക്കെ പെട്ടുപോയി ദൈവത്തെ മറന്നുപോകുന്ന ചെറുപ്പക്കാർ അങ്ങനെ ധാരാളമുണ്ട്. എന്നാൽ നമ്മുടെ ഇടവകയിൽ അങ്ങനെ സംഭവിക്കാതെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തന്നെ ഇടവകയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ അവരുടെ സേവനം, ശുശ്രൂഷ, ദൈവത്തോടുള്ള ഭക്തി, ദൈവാലയത്തോടുള്ള പ്രതിബദ്ധത എല്ലാം കർത്താവയോടൊന്ന് സൂക്ഷിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ വക പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. പ്രത്യേകിച്ച് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളെയും കൂടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവരവരുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെയും പ്രാർത്ഥനയിൽ വഹിക്കാം. ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവം നിർവഹിക്കേണ്ടതിനായി സമാധാനവും സന്തോഷവും അനുഗ്രഹവും പ്രാപിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവകയുടെ കീഴിൽ BHEL വർഷിപ്പ് സെൻറ്ററും കൂടെ പ്രവർത്തിക്കുന്നല്ലോ. BHEL വർഷിപ്പ് സെൻറ്ററിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവമേ ഞങ്ങളുടെ സഭ ഈ പ്രദേശത്തൊക്കെ വളരുവാൻ, സഭയിലെ പുതിയ അംഗങ്ങൾ വരുവാൻ, കർത്താവെ ദൈവമേ ഈ സഭ ഈ ദേശത്തൊരു വലിയ സ്വാധീന ശക്തിയായി നിലനിൽപ്പാൻ, ഞങ്ങളുടെ ഇടയിൽ ഐക്യവും സ്നേഹവും സമൃദ്ധിയും നന്മയും ഒരുമിച്ച് പോകാനുള്ള താല്പര്യങ്ങളും ഞങ്ങളെ അലട്ടുന്നതും അകറ്റുന്നതുമായ എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയും വിമോചനവും ലഭിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മിസ്സസ് സുജ ബിജു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. സുജ ചേച്ചി കേൾക്കാമോ? കേൾക്കാം. സ്തോത്രം 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 യേശുവേ. കരുണ്യവാനും കരുണാസമ്പന്നനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങേ കരുണയ്ക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അതാ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി ഉപവാസ പ്രാർത്ഥനയായി അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നൽകിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതാ ഇങ്ങനെ ഒരു അവസരം ലഭിക്കാതെ ധാരാളം ആളുകളായിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം യേശുവേ. ഇന്ന് നടക്കുന്ന ഈ ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ യേശുവേ. ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതാ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാഥ. വരുവാൻ സാധിക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതാ അവരുമായിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവിടുന്ന് മാനിക്കണമേ യേശുവെ, അനുഗ്രഹിക്കണമേ.
ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛനെ കുടുംബവുമായി സമർപ്പിക്കുന്ന നാഥ. കർത്താവേ, നിന്റെ മക്കളുടെ വേലയെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ യേശുവേ. സഭയെ പരിശു നയിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണല്ലോ നാഥ. ഈ ദൗത്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ പലവിധമായിട്ടുള്ള പഴികളും വിമർശനങ്ങളും ഒക്കെയും സഹിക്കേണ്ടതായി വരുമല്ലോ നാഥ. തളർന്നു പോകാതെ ദൈവാശ്രയത്തോട് സഭയെ നയിക്കുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും ഒരുക്കണമേ യേശുവേ. കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നാഥ. മക്കളെ ഇരുവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നാഥ. അവരുടെയും പഠനത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ യേശുവേ. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നാഥ. നിന്റെ മകൾ ചെയ്യുന്ന ശുശ്രൂഷയെ മാനിക്കണമേ. അവിടുത്തെ കൃപയാലും നിന്റെ മക്കളെ നിറയ്ക്കണമേ യേശുവേ. നമ്മുടെ സഭയില് അതുപോലെ രോഗികളായി ഭാരങ്ങളാല് പ്രയാസങ്ങളാല് കഴിയുന്നവരെ, നമ്മുടെ അറിവിലുള്ളവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ. രോഗത്തിന് സൗഖ്യദായകൻ അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന യേശുവേ. കർത്താവേ, അവിടുത്തെ ഗിലിയാദിലെ സുഗന്ധ തൈലത്താല് ഓരോരുത്തർക്കും സൗഖ്യം നൽകണമേ യേശുവേ. പേരുപേരായി ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നാഥ. ഞങ്ങളുടെ സഭയില്, ഞങ്ങളുടെ ചുറ്റുപാടില്, ഞങ്ങളുടെ അറിവില് ഒക്കെയും ധാരാളം ആളുകൾ രോഗികളായി ഭാരങ്ങളാല് പ്രയാസങ്ങളാല് കഴിയുന്നല്ലോ നാഥ. ചിലർ ട്രീറ്റ്മെന്റിലായിരിക്കുന്നല്ലോ യേശുവേ. ചിലർ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ മറ്റു ചിലർ വീടുകളിൽ ട്രീറ്റ്മെന്റിൽ കഴിയുന്നവരുണ്ട് നാഥ. അതുപോലെ രോഗം എന്തെന്നറിയാതെ കർത്താവെ വേദനയാലോ ഭാരത്താലോ ഒക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളാൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, രോഗത്തിന് സൗഖ്യദായകൻ അങ്ങ് മാത്രമാകുന്നു ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവെ, നിന്റെ കരം നീട്ടി അവർക്ക് ഓരോരുത്തർക്കും സൗഖ്യത്തെ പ്രദാനം ചെയ്യണമേ യേശുവേ. കർത്താവെ, നമ്മുടെ സഭയില് ചുറ്റുപാടുകളില് പ്രായമായിട്ടുള്ളവര്, അതുപോലെ വേദനകളാല് ഭാരങ്ങളാല് പ്രയാസങ്ങളാല് കഴിയുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ. കർത്താവെ, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ യേശുവേ, പ്രായമായ ഓരോരുത്തരെയും അവിടുത്തെ കൈകളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സമാധാനം, വിടുതൽ, സന്തോഷം അവർക്ക് നൽകണമേ യേശുവേ. ചിലർക്ക് രോഗങ്ങളാൽ ഭാരങ്ങൾ ഉണ്ടാകാൻ നാഥം. ചിലർ ഓർമ്മക്കുറവ് കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ യേശുവേ. മറ്റു ചിലർ വൈദവ്യം അനുഭവിക്കുന്നവരുണ്ടല്ലോ നാഥം. അങ്ങനെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളാല് ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വേദനകള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, വൈദവ്യം ഇതൊക്കെയും വരുമ്പോൾ കർത്താവെ പിറുപിറുക്കുവാനോ കർത്താവെ പിന്മാറിപ്പോകുവാനോ അല്ല നാഥം. കർത്താവെ, ദൈവത്തിൽ ആശ്രയിക്കുവാന്, കർത്താവെ യഹോവ എനിക്ക് വലിയവൻ എന്ന് മറ്റുള്ളവർ മുന്നിൽ സാക്ഷീകരിക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവേ. കർത്താവെ, മുൻപോട്ടുള്ള ജീവിതത്തിലൊക്കെയും ദൈവ സാന്നിധ്യം അവരോരോരുത്തരും അനുഭവിപ്പാൻ സഹായിക്കണമേ നാഥം. കർത്താവെ, വളരെയധികം ആളുകള് വേദനകള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, പ്രതികൂലങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ നാഥ. ദൈവത്തെ തള്ളിപ്പറയുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ നാഥ. കർത്താവെ, അതൊക്കെയും മറന്ന് കർത്താവെ, ദൈവമാണ് എനിക്ക് സകലത്തിലും മതിയായവനെന്ന് മനസ്സിലാക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ നാഥ. കർത്താവെ, രോഗത്തിന് സൗഖ്യദായകൻ അങ്ങ് മാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കണമേ യേശുവേ. കർത്താവെ, വിടുതൽ യഹോവയാൽ മാത്രം സാധിക്കുമെന്ന് മനസ്സിലാക്കുവാൻ, യഹോവയിൽ ആശ്രയിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ നാഥ. കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ അമ്മയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. അതുപോലെ ഞങ്ങളുടെ കുടുംബ സഹോദര ഭവനങ്ങളുണ്ടല്ലോ നാഥ. അവിടെയും ഭാരങ്ങളാല് പ്രയാസങ്ങളാല് രോഗങ്ങളാല് കഴിയുന്നവരുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും ധാരാളം ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലും വേദനയാലോ ഭാരത്താലോ പ്രയാസത്താലോ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ നാഥ. ഓരോരുത്തരെയും പേരായിട്ട് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. രോഗത്തിന് സൗഖ്യദായകൻ അങ്ങ് മാത്രമാകുന്ന നാഥ. അവിടുത്തെ കരം നീട്ടി ഓരോരുത്തർക്കും അവിടുന്ന് സൗഖ്യത്തെ പ്രദാനം ചെയ്യണമേ നാഥ. അവിടുത്തെ സമാധാനവും സന്തോഷവും നിന്റെ മക്കൾക്ക് നൽകണമേ നാഥ. യഹോവ വിടുതൽ തന്നു എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷീകരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ യേശുവേ. അതുപോലെ നാഥ, വിവാഹപ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് തക്കതായ ഒരു തുണയെ വേണമെന്ന് അരുളി ചെയ്ത യേശുവേ. നിന്റെ മക്കൾക്ക് തക്കതായിട്ടുള്ള ഒരു തുണയെ നൽകണമേ യേശുവേ. കർത്താവെ, അവരാഗ്രഹിക്കുന്ന അതുപോലെ അവരുടെ ജീവിതം ശോഭനമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ യേശുവേ. കർത്താവെ, വിഷമിക്കുവാനോ ഭാരപ്പെടുവാനോ ഒന്നും നിന്റെ മക്കളെ ഒന്ന് സമ്മതിക്കരുതേ നാഥ. കർത്താവെ, ഒരു തക്കതായ തുണയെ നൽകി അവരുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ. നമ്മുടെ സഭയിലെ ചുറ്റുപാടുകളിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ടല്ലോ നാഥ. വിവാഹപ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവെ,
നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവരും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒരു കുടുംബജീവിതത്തിനായിട്ട് പ്രാർത്ഥിപ്പാൻ നിന്റെ മക്കളെയും സഹായിക്കണമേ യേശുവേ. അതുപോലെ കുട്ടികളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ഉദരഫലം യഹോവ നൽകുന്ന ദാനമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് യഹോവയുടെ അപേക്ഷിപ്പാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ യേശുവേ. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മക്കളുടെ മേൽ ഉണ്ടായിരിക്കണമേ നാഥ. കർത്താവെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ ഓരോ കാര്യങ്ങളും അപേക്ഷിക്കുവാന് നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ നാഥ. അതുപോലെ യങ് കപ്പിൾസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, അവരുടെ ജോലിയോടൊപ്പം കുഞ്ഞുങ്ങളെ ക്ഷമയോടെ വളർത്തുവാന് അവരെ സഹായിക്കണമേ യേശുവേ. കർത്താവെ, ഈ ജോലി ഭാരങ്ങളും കുഞ്ഞുങ്ങളുടെ വളർത്തലൊക്കെ വരുമ്പോൾ, ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെയും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമാകുന്ന ഇന്നത്തെ സമൂഹത്തിൽ കർത്താവെ, അതൊക്കെയും മറന്നുകൊണ്ട് കർത്താവെ അവര് ദൈവാശ്രയ ബോധത്തോടുകൂടെ അവരുടെ ജോലിയെ മാനേജ് ചെയ്യുവാനോ കുഞ്ഞുങ്ങളെ വളർത്തുവാനൊക്കെ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ യേശുവേ. അതുപോലെ ജോലി ചെയ്യുന്നവര് റിട്ടയർഡ് ആയിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, അവരുടെ ജോലികളിൽ അവരുടെ റിട്ടയർമെന്റ് ലൈഫിലൊക്കെയും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ യേശുവേ. കർത്താവെ, യഹോവയാല് എല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിന്റെ കൃപ നിന്റെ മക്കളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കണമേ നാഥ. കർത്താവെ, അതുപോലെ ജോലിക്കായിട്ട് സ്വദേശത്തും വിദേശത്തും ഒക്കെയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന നിന്റെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവെ, നിന്റെ മക്കൾക്ക് കർത്താവെ നല്ലൊരു ഭാവി, ശോഭനമായ ഒരു ഭാവി അവിടുന്ന് നൽകണമേ യേശുവേ. അവരാഗ്രഹിക്കുന്ന പോലെ നല്ല നിലയിൽ എത്തിച്ചേരുവാനായിട്ടൊക്കെ സഹായിക്കണമേ. ഇതിനൊക്കെ ഈ യഹോവയിൽ ആശ്രയിക്കുവാന്, യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാനും നിന്റെ മക്കളെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. യഹോവയാൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവെ, യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ ഓരോ മക്കളും നിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ചെയ്യുവാനായിട്ട് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ നാഥ. കർത്താവെ, നമ്മുടെ സഭയിലുള്ള ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് മനസ്സിലാക്കി യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് തങ്ങളുടെ പഠനങ്ങളൊക്കെയും ചെയ്യുവാന്, അത് പൂർത്തീകരിക്കാനൊക്കെയും നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ നാഥ. അവരാഗ്രഹിക്കുന്ന പോലെ തുടർ പഠനങ്ങൾക്കൊക്കെയും പോകുവാന് കർത്താവെ നല്ലൊരു ഭാവി അവർക്ക് നൽകുവാനൊക്കെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ നാഥ. കർത്താവെ, നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്ന നാഥ. കർത്താവെ, അവരുടെ ജീവിതങ്ങളിൽ അച്ഛൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയും അവർക്ക് പള്ളിയിൽ വരാതിരിക്കാനൊക്കെയും ഉണ്ടായിരിക്കും നാഥ. കർത്താവെ, അതൊക്കെ അറിഞ്ഞ് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ നാഥ. അവർ പഠിക്കുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും അവിടുത്തെ കൃപ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ യേശുവേ. കർത്താവെ, യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് പഠിക്കുവാന്, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ചെയ്യുവാനും നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ യേശുവേ. അതുപോലെ യൂത്തായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാന് നിന്റെ മക്കളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ നാഥ. ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ നാഥ. കർത്താവെ, ഇന്നത്തെ സാഹചര്യങ്ങളിൽ മദ്യത്തിന്, മയക്കുമരുന്നിന്, അതുപോലെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ട ജീവിതത്തെ നഷ്ടമാക്കി കളയുന്ന ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടിലും ഉണ്ടല്ലോ യേശുവേ. കർത്താവെ, ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവെ, അവരെ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് കാണണമേ നാഥ, സന്ദർശിക്കണമേ കർത്താവെ. അങ്ങനെയുള്ള കുട്ടികൾ ഓരോ മദ്യത്തിലും മയക്കുമരുന്നിലും മാത്രമല്ലല്ലോ നാഥ, അത് ഡിജിറ്റൽ കാര്യങ്ങളിലും ഇടപെട്ട് അതിലും സമയം ചെലവഴിച്ച് കർത്താവെ ജീവിതങ്ങളെ പരാജയപ്പെടുത്തുന്നവർ ധാരാളം ഉണ്ടല്ലോ നാഥ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. യഹോവയാണ് റോൾ മോഡൽ, ദൈവമാണ് റോൾ മോഡൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ യേശുവേ. അവരുടെ ജീവിതങ്ങളിലുടനീളം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ നാഥ. നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൊക്കെയും ധാരാളം ആയിട്ട് കേൾക്കുന്നല്ലോ നാഥ. കർത്താവെ, മാതാപിതാക്കളെ കൊല്ലുന്ന മക്കള്, അതുപോലെ
പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കൊല്ലുന്ന മക്കൾ, അങ്ങനെ പലവിധമായിട്ടുള്ള കഥകൾ നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുകളിൽ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവെ ചഞ്ചലപ്പെടാതെ, കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, കർത്താവെ അങ്ങനെയുള്ള ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ചേഞ്ച് വരുവാൻ, കർത്താവെ നല്ല രീതിയിൽ അവരെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാനൊക്കെ നിന്റെ മക്കളെ സഹായിക്കണമേ യേശുവേ. കർത്താവെ നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ കരുണ, കാവല്, സഹായം നിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സഭയുടെ ഓരോ സംഘങ്ങളിലും ഉണ്ടായിരിക്കണമേ യേശുവേ. നമ്മുടെ കമ്മിറ്റി, നമ്മുടെ ഗായക സംഘം, സൺഡേ സ്കൂള്, അതുപോലെ വിമൻസ് ഫെലോഷിപ്പ്, യൂത്ത് ലീഗ്, എല്ലാ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ സാന്നിധ്യം, നിന്റെ കൃപ, നിന്റെ ശക്തി ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കണമേ യേശുവേ. കർത്താവേ സഭയെ അനുഗ്രഹിക്കണമേ യേശുവേ. കൂടുതൽ ആളുകൾ സഭയിൽ അംഗമാകുവാന് വരുവാന്, കർത്താവെ കൂടുതൽ സഭ ഇഷ്ടപ്പെടുവാനൊക്കെയും ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ യേശുവേ. നമ്മുടെ BHL വർഷിപ്പ് സെന്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവേ. കർത്താവെ അവിടെ നമുക്കൊരു സഭ ആവശ്യമാണല്ലോ നാഥ. കർത്താവെ അതും ഒന്ന് ഡെവലപ്പ് ആയി നല്ലൊരു പള്ളിയൊക്കെ അവിടെ വരുവാന്, കൂടുതൽ ആളുകൾ അതിൽ അംഗമാകുവാനൊക്കെയും സഹായിക്കണമേ യേശുവേ. കർത്താവെ നമ്മുടെ സഭയോട് ചേർന്നുള്ള സ്ഥലത്തിനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നല്ലോ നാഥ. കർത്താവെ അതിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ യേശുവേ. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടണമേ യേശുവേ. കർത്താവെ നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ, കർത്താവെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെയും തരണം ചെയ്യുവാനായിട്ട് സഹായിക്കണമേ യേശുവേ. പ്രത്യേകമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുമായിട്ട് വെള്ളപ്പൊക്കത്താലൊക്കെയും കേരളം അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയും പ്രോബ്ലങ്ങളൊക്കെയും ഫേസ് ചെയ്തപ്പോൾ കർത്താവെ അതിൽ നിന്നൊക്കെയും അവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നത്. കർത്താവെ വീടുകൾ നഷ്ടപ്പെട്ടവര്, കർത്താവെ ഭാരങ്ങളാല് പ്രയാസങ്ങളാല് കഴിയുന്നവർ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ നിന്റെ മക്കൾക്ക് ആശ്വാസവും ഒക്കെയും അവിടുന്ന് മാത്രമാകുന്നല്ലോ യേശുവേ. അതുപോലെ ലോകത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ അത് ജീവനും മനുഷ്യനുമൊക്കെയും നാശത്തിന് കാരണമാകുമല്ലോ നാഥ. കർത്താവെ അതൊന്നും സംഭവിക്കാതെ രാജ്യങ്ങൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, പരസ്പര ധാരണയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കണമേ യേശുവേ. കർത്താവെ ലോക സമാധാനത്തെ നൽകണമേ നാഥ. കർത്താവെ അവിടുന്ന് മാത്രമാകുന്നു സമാധാനത്തിന്റെ ദായകനെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവെ അവിടുന്ന് ആശ്രയം വെക്കുവാന്, അവിടുത്തെ സമാധാനത്താല് അവിടുത്തെ ഓരോരുത്തരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ യേശുവേ. കർത്താവെ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു നാഥ. കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ നാഥ. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെ അവിടുത്തെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. അടിയങ്ങളുടെ ജീവിതത്തിലെ കുറവുകളൊന്നും അനുഗ്രഹത്തിന് തടസ്സമായി തീരരുതേ യേശുവേ. അവിടുത്തെ കൃപ, കാവൽ, സാന്നിധ്യം അടിയങ്ങളുടെ ജീവിതത്തോടും മുൻപോട്ട് എപ്പോഴും ഉണ്ടായിരിക്കണമേ യേശുവേ. സകലവും അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു, സകല യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഇന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച മിസ്സസ് സുജാ ബിജുവിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള തമ്പുരാനെ, നിന്റെ ദയക്കായും കരുണയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. പ്രിയ മകൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വീഴ്ചയിൽ പരിക്ക് പറ്റി ആയിരിക്കുന്ന പ്രിയ ബീച്ചാൻ്റെ മമ്മിക്കായിട്ട് സ്തോത്രം. അവിടുന്ന് സൗഖ്യം നൽകണം, വിടുതൽ നൽകണം, പൂർണ്ണമായ ആശ്വാസം നൽകണം. എൻ്റെ മകളായിരിക്കുന്ന ഇടത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ക്ഷീണിതരും മറ്റുള്ളവരുമായ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ നീ അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം. ഞങ്ങളെ എല്ലാവരുടെയും ഭവനങ്ങളെ നീ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥന കർത്താവെ കേട്ട് ഞങ്ങൾക്ക് ശക്തിയും ബലവും ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ദൈവകൃപ പ്രാപിപ്പാൻ ഇടയാകണം, മെശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് മനസ്സുകളെ ഏകാഗ്രമാക്കാം. ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ സഭയെ പ്രാർത്ഥനയിൽ നമുക്കൊരു നിമിഷം ഓർക്കാം. സഭ വളരുവാനും ശക്തി പ്രാപിപ്പാനും സാക്ഷ്യമായി നിൽപ്പാനും ദൈവമേ ഇടയാക്കണമേ. ദൈവത്തോട് അപേക്ഷിക്കാം. ബിഷപ്പന്മാരെ, വൈദികരെ, ശുശ്രൂഷക്കാരെ, ദൈവവേലക്കാരെ, മിഷണറിമാരെ, മിഷൻ ഫീൽഡുകളിൽ ദൈവവേല ചെയ്യുന്നവരെ, ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനായിട്ട് വളരെയധികം പരിശ്രമിക്കുന്നവരെ, പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ സുവിശേഷീകരണത്തിലുണ്ടല്ലോ. പല നാടുകളിൽ, പല സംസ്ഥാനങ്ങളിലും ആന്റി കൺവേർഷൻ ബില്ലുകളൊക്കെ നിൽക്കുന്ന സന്ദർഭമാണ്. എന്നിരുന്നാൽ പോലും ദൈവ സുവിശേഷത്തിനായി, ക്രിസ്തീയ സുവിശേഷത്തിനായി പടപൊരുതുന്ന നിൽക്കുന്ന എല്ലാ വേലക്കാരെയും നമുക്കൊരു നിമിഷം പ്രേയറിൽ ഓർക്കാം. സഭ അങ്ങനെ വളരുവാൻ, ദൈവസ്നേഹം, ക്രിസ്തു സ്നേഹം എല്ലാവരും അറിയുവാൻ, ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന രക്ഷ എല്ലാ ജനങ്ങളും നേടിയെടുപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ സാമ്പത്തികവും ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇടവകയുടെ ചർച്ച് കമ്മിറ്റി, അതേപോലെ ഇടവകയിലെ എല്ലാ മെമ്പേഴ്സ്, മറ്റ് വിവിധ ഫെലോഷിപ്പുകൾ, ഓക്സിലറീസിനെ, സൺഡേ സ്കൂൾ, യൂത്ത് ലീഗ്, വിമൻസ് ഫെലോഷിപ്പ്, യങ് കപ്പിൾ ഫെലോഷിപ്പ്, ലൈറ്റി ഫെലോഷിപ്പ് തുടങ്ങിയിട്ടുള്ള കൊയർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെലോഷിപ്സിനെയും ഓക്സിലറീസിനെയും പ്രേയറിൽ ഓർക്കാം. അവരൊക്കെ ഉണർന്ന് പ്രവർത്തിപ്പാൻ, നമ്മുടെ ഇടവക ആത്മീകമായി അഭിവൃദ്ധിപ്പെടുവാൻ, നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ, പ്രത്യേകിച്ച് നമുക്ക് അനുഗ്രഹപ്രദമായ ശുശ്രൂഷകളൊക്കെ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇടവകയുടെ ഭൗതിക ആത്മീക ആവശ്യങ്ങൾക്കും മറ്റെല്ലാത്തിനും, ആത്മീക ആവശ്യങ്ങൾക്ക് പ്രത്യേകമായി ഓക്സിലറീസ് എല്ലാം ലീഡർഷിപ്പ് നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റാണ്, തൊട്ടടുത്തുള്ള സ്ഥലം വാങ്ങണമെന്നുള്ളത്. പ്രത്യേകമായി അത് പ്രയറിൽ നമുക്ക് ഓർക്കാം. അതിനായിട്ട് ദൈവമേ എല്ലാ ഹൃദയങ്ങളെയും മനസ്സുകളെയും സാഹചര്യങ്ങളെയും ഒരുക്കണമേ. അതിന് വേണ്ടുന്ന എല്ലാ ലീഗൽ കാര്യങ്ങളെയും ഒരുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫണ്ടും ആളുകളുടെ സഹകരണവും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലഭിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷ, നിയമപരമായി ലഭിക്കേണ്ടുന്നതായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ നമുക്ക് പ്രത്യേകമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇടവകയുടെ മറ്റു ആവശ്യങ്ങളെയും പ്രയറിൽ ഓർക്കാം. ഡയസിസിന്റെ ഈ മേദക് ഡയസിസുമായുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഡയസിസ് മേദക്കിന് വേണ്ടിയും അധികാല ഡയസിസിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലർക്കും ജോലി നഷ്ടമാകുന്നുണ്ട് ലേ ഓഫ് മൂലം. അതുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ഓർക്കണം. പല ആളുകളും പുതിയ ജോലി അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകമായി അങ്ങനെ ഉള്ള ആളുകളെ നമുക്ക് പ്രേയറിൽ ഓർക്കണം. ദൈവമേ, നീ ജോലി അന്വേഷിക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക്, ജോലി നഷ്ടമായ ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് പുതിയ സാഹചര്യങ്ങളെ, വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള അഡിക്ഷൻസിൽ ജീവിക്കുന്നവരുണ്ട്. പല ടൈപ്പ് ഓഫ് അഡിക്ഷൻസ്, പല തരത്തിലുള്ളതായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യർ, അങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അവരുടെ റീസ്റ്റോറേഷന് വേണ്ടി, റിപ്പൻറ്റൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പല ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഡിസിൻസ് ഒക്കെ അഡിക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രത്യേകമായി നമുക്ക് ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഇത്തരം വഴികളിൽ പെട്ടുപോകാതെ ദൈവമേ നമ്മളെ കാത്തുകൊള്ളണമേ. കുഞ്ഞുങ്ങളെ അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ അറിയുന്നില്ല. പ്രത്യേകമായി നമുക്ക് ഈ പ്രാർത്ഥന കാര്യങ്ങളെ ഓർക്കാം. തനിയെ ജീവിക്കുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ദരിദ്രത്തിലും പട്ടിണിയിലും ജീവിക്കുന്നവർ, വീടുകളില്ലാത്തവർ, ഫിസിക്കലി മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ, അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, തെരുവോരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ള എല്ലാവരെയും നമുക്കൊരു നിമിഷം പ്രേയറിൽ ഓർക്കാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ വെക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് മിസ്സസ് റിബേക്ക ഡോണി. പ്രാർത്ഥിക്കാം. Good morning, Acha. മോർണിംഗ്. Let us continue in prayer. Heavenly Father,
We continue in your presence, Lord, with grateful hearts. Thank you for hearing every prayer that Suja has lifted before you today. We believe that you have heard every word, every name, every concern, and even those prayers that could not be expressed in words. Heavenly Father, like Ezra and the people at the river of Ahava, we come before you with humble hearts. We gather as a prayer fellowship, seeking the right way for us. We may not know what tomorrow holds, but you know every step before us, Father. We come before your throne of grace with humble and trusting hearts. We thank you because you're our God who hears, our God who provides, and our God who makes a way where there seems to be no way. Lord, today we bring our church before you. We pray for our bishops, our archons, missionaries, and all those who have given themselves to the work of your kingdom. Strengthen them, Lord. Protect them and fill them afresh with your Holy Spirit. Give them wisdom and courage as they shepherd your people, Master. We pray for every mission field and especially for the evangelization of India. Lord, open our hearts to your word. Raise up workers for the harvest, because your word in Matthew 9:37 says, "The harvest is plentiful, but the workers are few." Father, let the light of Christ shine brightly across our nation. Lord Jesus, we bring our own parish before you. You know every need before we speak it, Master. You know every family, every concern, and every prayer that has been silently carried. Bless our pastor, strengthen him, refresh him, and give him wisdom as he leads your flock, Lord. Bless his family and keep them under your protection. We pray for our church committee, Holy Father. Let every discussion, every decision be guided by your Holy Spirit and not by our own understanding. As your word says in Proverbs 3:5, trust in the Lord with all your heart and lean not on your own understanding. Lord, may our parish always seek your will first. Heavenly Father, we pray for every member of our church. Bring us together in love. Remove misunderstandings, hurts, and anything that creates division. Teach us to forgive quickly, to speak kindly, and to carry one another's burdens. Let our fellowship be genuine and our unity strong, Lord. Heavenly Father, we now place before you each of our ministries. Lord, bless our Sunday school. Bless every teacher and every child. May your word take deep root in the hearts of our children, Lord. May they grow knowing and loving you, Master. Bless our youth league. Guide our young people in a world filled with so many voices, Lord. Give them courage to stand for what is right and make them a generation that seeks you wholeheartedly. Bless our women's fellowship, Lord. Strengthen every woman who serves and every woman who comes seeking fellowship and encouragement. Use this fellowship to build women of prayer, faith, and compassion. Bless our young couples fellowship, Lord. Strengthen young marriages and families. Teach couples to walk together in love, in patience, and faith, keeping Christ at the center of their homes. Bless Our Lady Fellowship, Lord. Help every member discover their gifts and use them faithfully for your kingdom. May we never think that our contribution is too small in your hands. And Lord, bless our choir. As they lead us in worship, may their voices come from their hearts that worship you first, Lord. Let their songs bring comfort, encouragement, and glory to your holy name. Father, bless every auxiliary, every leader, and every person who quietly serves behind the scenes. Give them strength when they are tired and joy in serving you, Lord. Lord, we bring the needs of our church before you. You know our spiritual needs. You know our financial needs, Lord. Nothing is hidden from you. Provide for what is needed. Give us wisdom to be faithful stewards of everything you have entrusted us with. Your word says in Philippians 4:9, "And my God will meet all your needs according to the riches of his glory in Christ Jesus." So, Lord, we trust you. Father, we especially place before you the new project of purchasing the land adjacent to our church. Lord, if this is according to your holy will, make the way clear, Lord. Provide the finances, Master. Open the right doors, Lord. Remove every obstacle.
Bring everything together at the right time. We remember your word. If God is for us, who can be against us? So, Lord, go before us in this matter. Almighty Father, we place the occupancy certificate before you. You know the application that has been made. You know the difficulties and the delays. You know what we cannot change by our own strength, Lord. You're the one who can turn hearts. Father God, we pray for the ACP and everyone involved in this process. Touch their hearts, give them wisdom, understanding, and goodwill towards us. Remove unnecessary obstacles and allow this matter to progress smoothly and fairly, Lord. Heavenly Father, we remember the dioceses of Medak and Madhya Kerala. Bless the bishops, the achans, the churches, the ministries, and every member. Strengthen these dioceses spiritually. Provide for every need and guide the leaders with wisdom and grace, Master. Let your church flourish and bear fruit for your kingdom. Lord, we remember those who have lost their jobs. Some have lost employment through layoffs. Some are searching desperately for their next opportunity, Lord. Some are wondering how they will provide for their families. Father, you know their anxiety and their uncertainty. Open doors of employment, Lord. Provide the right opportunities. Give wisdom to those considering a change of job. Restore hope to those who feel discouraged. As you say in Psalm 23:1, the Lord is my shepherd, I lack nothing. So let Lord be thy provider. Father, we also bring before you those trapped in substance use and other addictions. Lord, you know their struggles. You know the families who are hurting because of this. We pray for repentance, freedom, and restoration. Break the chains that hold them captive, Lord. Give them courage to turn back and seek help, begin again. Bring healing to their minds, Master. Let their relationships and their families heal. Father God, we remember those whom the world often forgets: the abandoned, the destitute, the poor, the hungry, the homeless, those who are physically or mentally challenged, and also the orphans. Lord, you see each one of them. Provide food for the hungry, Lord, shelter for the homeless, companionship for the lonely, protect the vulnerable. Care for those who have no one, Lord. Give us eyes to see them and hearts that are willing to respond. Your word tells us whatever we do for the least of our brothers and sisters, we do for Christ. So, Lord, make us your hands and feet. Father, we place every one of these prayers into your hands. For the things we can do, give us courage, Lord. For the things we cannot, give us faith, Lord. For the doors that are closed, open them according to your holy will, Master. For the burdens that we carry, give us your strength, Lord. For the things we do not understand, give us your peace, Lord. And above everything, let your will be done, Holy God. Build your church, strengthen your people, unite each one of us in your love, Lord. Fill us with your Holy Spirit, and let everything we do bring glory to your holy name. We ask all this in the precious and mighty name of our Lord and Savior Jesus Christ. Amen. Amen. Let's pray. Loving Heavenly Father, we give you thanks for this wonderful day, morning that you've given us. Master Lord, as she lifted up all these prayer requests and points to you, Lord, we want to pray for Mrs. Rebecca Donny and family members, her own journey of faith. Oh Lord, we pray that let her prayers and let her words, O Lord, reach us you, O Lord, and answer her prayers, O Lord, so that we'll be happy. Thank you, Lord, for her life and her family members as they entrust in you and as they attend services. Oh Lord, we want to pray that let them all have a spiritual journey with you every time. Oh Lord, coming to you, to your presence, and worshiping you and praising you, your holy name, asking God's help in their life. Oh Lord, let them be blessed in all the means. Oh Lord, we want to pray, especially we remember oh Lord, her family and children and husband Ordoni. Oh Lord, we want to pray that, oh Lord, bless all of them. We remember Philip Uncle and Chacha Mama. Oh Lord, we pray that you bless both of them and give them good health in their body, mind, and soul. Thank you, Lord, for listening to us and coming to us and answering us our prayers and needs, oh Lord, prayers and needs, oh Lord, Master Jesus. We want to pray that let all our hearts be thankful and filled with
joy and happiness, O Lord, when we come to you, O Lord, approach you, Lord Master. What will we ask you, Lord Master? We pray that you answer prayers and requests, O Lord Jesus. We commit our ways, we commit our prayer request to you. In Christ Jesus' name we pray. Amen. നമുക്ക് ഇപ്പോൾ പാഠഭാഗം വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ദൈവവചനം വായിക്കുന്നത് മിസ്സസ് ജോസ്ന മിനോ, എസ്രയുടെ പുസ്തകത്തിൽ നിന്നും 8-ാം അധ്യായം 21 തുടങ്ങി 23 വരെയുള്ള വേദഭാഗം. യെസ്, ഗുഡ് ജോസ്ന. മോർണിംഗ് അച്ഛാ. മോർണിംഗ്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗം കേൾക്കാം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികിൽ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കേണ്ടതിനോ എന്ന് ഞാൻ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേകവരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തിനോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ പാഠഭാഗം അവസാനിച്ചു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജോസ്ന. താങ്ക് യു Mrs. Suja Biju, Mrs. Rebecca Doni, and Mr. Koshipi Thomas and Mrs. Josna Mino for helping me in conducting the first part of our fasting prayer. നമുക്ക് ദൈവവചന കേൾവിക്കായിട്ട് ഒരുങ്ങാം. ദൈവവചന കേൾവിക്ക് ഒരുങ്ങുന്നതിന് മുമ്പായി നമുക്ക് ഒരു പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ, ചില ചരണങ്ങൾ പാടാം. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കരുതേണ്ട. നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി നിൻ വഴി ദേവനെ ഭരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റും. നിൻ വഴി ദേവനെ ഭരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റും. ഭാരമേ യഹോവയിൽ വെച്ചിടുകിൽ, നാൾ തോറും പുലർത്തുമവൻ. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ
ജയവീരനായി. ആ മനമേ ചഞ്ചലമെന്തിനായി. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വചനം കേൾപ്പാനായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. പാട്ടുകാരൻ പാടിയതുപോലെ, മനമേ ചഞ്ചലം എന്തിനാണ്, കരുതുവാൻ കർത്താവില്ലയോ? ദൈവമേ, ഞങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടും ഭാരപ്പെട്ടും വേദനപ്പെട്ടും നിരാശപ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കാതെ ദൈവത്തിൽ ആശ്രയം വെപ്പാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വായിച്ച വചനത്തിൽ നിന്നും കേൾപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവവുമായ കർത്താവെ, വായിച്ച വചനങ്ങളിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് ചുമതലകൾ ഓരോരുത്തരും നിർവഹിച്ചല്ലോ. അവരുടെ കർത്താവ് ജീവിതത്തിനായിട്ട് സ്തോത്രം. പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച മിസ്റ്റർ കോശി തോമസിനെയും കുടുംബത്തെയും, ദൈവമേ, വേദഭാഗം വായിച്ച മിസ്സസ് ജോസ്നയെയും, ദൈവമേ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മിസ്സസ് സുജ ബിജുവിനെയും മിസ്സസ് റിബേക്ക ഡോണിയെയും, അതേപോലെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഓരോരുത്തരെയും ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സേവനവും ശുശ്രൂഷയും ദൈവനാമഹത്വത്തിനായിട്ട് തീരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധയോടെ കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അല്പനേരം വചനത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായി, യാതനകൾക്ക് മറുപടി നൽകുന്നവനായി കൂടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വേദഭാഗങ്ങൾ വായിച്ചു തരുന്നത് എനിക്കൊരു സൗകര്യവും സാവകാശവും ആവും. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു കേട്ട വേദഭാഗം എസ്രയുടെ പുസ്തകത്തിൽ നിന്നാണ്. നാം കേൾക്കാൻ പോകുന്ന ചിന്താ വിഷയം സീക്ക് ദ ലോർഡ് ആൻഡ് ഫൈൻഡ് സ്ട്രെങ്ത്. ദൈവത്തെ അന്വേഷിക്കുക, ശക്തി പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുക, ശക്തി പ്രാപിക്കുക. ഇതിനെപ്പറ്റിയാണ് നമ്മൾ അല്പനേരം കേൾപ്പാനായിട്ട് ഒരുങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവർ ശക്തി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സീക്ക് ദ ലോർഡ് ആൻഡ് ഫൈൻഡ് ദ സ്ട്രെങ്ത്, ഓർ സീക്കിംഗ് ഗോഡ് ആൻഡ് ഫൈൻഡിങ് സ്ട്രെങ്ത്. ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. പ്രാരംഭവാക്യം നമുക്കൊന്ന് വായിച്ച് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തന പുസ്തകം 34:10 ആ വേദഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തന പുസ്തകം 34:10, Psalm 34 verse 10. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. Those who seek the Lord lack no good thing. Those who seek the Lord lack no good thing. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എസ്രയുടെ പുസ്തകം നമുക്ക് വളരെ പരിചിതമായൊരു പുസ്തകമാണ്. എസ്ര ആരായിരുന്നു, എസ്രയുടെ ജീവിതം എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വേദഭാഗത്തിലേക്ക് അടുത്തു വരാം. Who was എസ്ര? ആരായിരുന്നു എസ്ര? എസ്ര ഒരു ജൂയിഷ് പ്രീസ്റ്റ് ആയിരുന്നു. എസ്ര ഒരു ജൂയിഷ് പ്രീസ്റ്റ് ആയിരുന്നു. ഒരു യഹൂദ പുരോഹിതനായിരുന്നു എസ്ര. വായിക്കാമോ? 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. chapter 7 verse 1 വായിക്കാം. അതിന്റെ ശേഷം പാഴ്സി രാജാവായ അർത്ഥസൃഷ്ടാവിന്റെ വാഴ്ചകാലത്ത് എസ്ര ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരായാവിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ ഹിൽക്കിയാവിന്റെ മകൻ, അവൻ ശല്ലൂമിന്റെ മകൻ, അവൻ സാദോക്കിന്റെ മകൻ, അവൻ അഹീതൂബിന്റെ മകൻ, അവൻ അമര്യാവിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ മെരായോത്തിന്റെ മകൻ, അവൻ സെരഹിയാവിന്റെ മകൻ, അവൻ ഉസിയുടെ മകൻ, ബുക്കിയുടെ മകൻ, അവൻ അബിശൂവയുടെ മകൻ, അവൻ ഫിനെഹാസിന്റെ മകൻ, അവൻ എലയാസറിന്റെ മകൻ, അവൻ മഹാപുരോഹിതനായ അഹരോന്റെ മകൻ. സോ നോക്കൂ, ആ ജിനിയോളജി പോകുന്നത് എങ്ങനെയാന്ന് നോക്കി. അവരുടെ ജിനിയോളജി പോകുന്നത് ബാക്ക് ടു ആരിലേക്കാണ്? അഹരോൻ. അപ്പൊ അഹരോന്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ട, അഹരോന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ആര്? എസ്ര. ദൈവത്തിന് സ്തോത്രം. എസ്ര വാസ് എ പ്രീസ്റ്റ്. എസ്ര ഒരു പുരോഹിതനായിരുന്നു എന്ന് നമ്മൾ 7-ാം അധ്യായം 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. ഓക്കെ,
രണ്ടാമത് എസ്രായുടെ പ്രത്യേകത, എസ്ര ഒരു സ്ക്രൈബ് ആയിരുന്നു, ഒരു ശാസ്ത്രി ആയിരുന്നു. വായിക്കാമോ? 7:6. 7:6. ഈ എസ്ര ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. ഓക്കെ, അവനൊരു ശാസ്ത്രി ആയിരുന്നു. ശാസ്ത്രി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് മീനിങ് ടീച്ചർ എന്നാണ്. ഹി വാസ് എ ടീച്ചർ. സ്ക്രൈബ് എന്നാണ് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ന അർത്ഥം. സ്ക്രൈബ്, ടീച്ചർ. അവനൊരു ശാസ്ത്രിയായിരുന്നു. അവൻ പഠിച്ച ആളാണ്. അവൻ വിദ്യാഭ്യാസം നേടിയ ആളാണ്. He devoted himself to the study and observance of the law of the Lord. അവന് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന 7:10. Ezra had devoted himself to the study and observance of the law of the Lord and to teach a decrees and laws in Israel. യഹോവയുടെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്ത ഒരു ടീച്ചറായിരുന്നു. ഹി വാസ് എ ടീച്ചർ, എ സ്ക്രൈബ്. ഒരു ടീച്ചറായിരുന്നു. ഇനിയും എസ്രായുടെ ഒരു പ്രത്യേകത, എസ്ര വാസ് എ ലീഡർ. അയാൾ ഒരു നേതാവായിരുന്നു. വായിക്കാമോ? 8-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. 15-ാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം. ഇവരെ ഞാൻ അഹവായിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടിവരും. കൂട്ടിവരുത്തി അത്രയും മാത്രം മതി. അടുത്തത് 21-ന്റെ 8-ന്റെ 21 വായിക്കാമോ? 8-ന്റെ 21. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികത്ത് വെച്ചു ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. സോ ഹി വാസ് എ ലീഡർ ഓഫ് റീസ്റ്റോറേഷൻ. അയാൾ ഒരു നേതാവായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഒരു നേതാവായി ജീവിച്ചു. അപ്പൊ 3 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. 1, അയാൾ ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതനായിരുന്നു. 2, അയാൾ ഒരു ശാസ്ത്രി, ടീച്ചറായിരുന്നു, സ്ക്രൈബ്. 3, അയാൾ ഒരു ലീഡർ ആയിരുന്നു, ഒരു സമൂഹത്തിന്റെ നേതാവ് ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എസ്ര ആരാന്ന് മനസ്സിലാക്കി. ഇനി എസ്രയുടെ ജീവിതം എവിടെയാണ്, ഈ സ്റ്റോറി എവിടെയാ സംഭവിക്കുന്നത്? അത് നോക്കുമ്പോൾ ഈ സ്റ്റോറി സംഭവിക്കുന്നത് ബാബിലോൺ എന്ന രാജ്യത്താണ്. ബാബിലോൺ എന്ന് പറയുന്നത് ഇന്നത്തെ പേർഷ്യൻ എംപയർ ആണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞ ഇന്നത്തെ ഇറാഖും ഇറാനും ഒക്കെ അടങ്ങുന്ന ഒരു ഏരിയയിലാണ് ഈ ബാബിലോൺ എംപയർ, പണ്ടത്തെ പേർഷ്യൻ എംപയർ. ഈ പേർഷ്യയിലേക്ക് ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ടുപോയി പേർഷ്യയിൽ ജീവിക്കുന്ന സമയത്ത് പേർഷ്യയിൽ ഒരു ഭരണമാറ്റം വന്നു. പുതിയ രാജാവായി വരുന്നത് അർട്ടസസ് ആയിരുന്നു. അല്ലെങ്കിൽ അർത്തശ്രേഷ്ഠ മഹാരാജാവ്. അർത്തസസ് മഹാരാജാവിന്റെ സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഒരു വലിയ മാറ്റം വരികയാണ്. ആ മാറ്റം എന്താന്ന് ചോദിച്ചാൽ, അർത്തസസിനോട് എസ്ര പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. നാടേതാ? ജെറുസലേമിൽ നിന്ന് പിടിച്ചോണ്ട് വന്നവരാണ് ഇവിടെയുള്ള ആളുകളൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. എന്തിനാ പോകുന്നേ? ജെറുസലേം പോയിട്ട് ജെറുസലേമിലെ പള്ളി പണിയണം. ജെറുസലേം പള്ളി എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സിയോനിലേക്ക് പോയി സിയോനിൽ പള്ളി പണിയണം, യെരുശലേമിൽ പോയി പള്ളി പണിയണം. ഇതാണ് അവരുടെ യാത്രയുടെ ഉദ്ദേശം. സോ റിട്ടേൺ ടു സയൻ, ബാബിലോൺ ക്യാപ്റ്റിവിറ്റിയിൽ, ബാബിലോൺ അടിമത്തത്തിൽ നിന്നും എവിടേക്ക് പോകണം? യെരുശലേമിലേക്ക് പോകണം, അല്ലെ? യെരുശലേമിലേക്ക് പോയി അവിടെ പോയി ടെമ്പിൾ പണിയണം. അപ്പോൾ ആ ഒരു സംഭവമാണ് എസ്രായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് BC 500-കളിലാണ്. യേശുവിന് മുമ്പ് 500 വർഷം മുമ്പ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം രാജാവ് പെർമിഷൻ കൊടുത്തു. രാജാവ് തിരിച്ചു പോകാനായിട്ട് പെർമിഷൻ കൊടുത്തു. പെർമിഷൻ മാത്രമല്ല, വേറെ ചില സഹായങ്ങളൂടെ കൊടുത്തു. വായിക്കാമോ? 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വേഗത്തിൽ. 3-4 വാക്യം. Chapter 1 verses 3 and 4. വായിച്ചാട്ടെ വേറൊരാള്. രമ്യ മുഖാന്തരമുണ്ടായ 1-ാം അധ്യായം 3-4 വാക്യം.
നിങ്ങളിൽ അവന്റെ നിങ്ങളിൽ ജനമായി വായിച്ചു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. ഓക്കെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരൂശലേമിലെ ദൈവാലയം വകയ്ക്കായി ഔദാര്യദാനങ്ങളാലും സഹായം ചെയ്യണം. നോക്കൂ, ആ വേദഭാഗത്ത് എസ്രായോട് സൈറസ് പറയാണ്. സൈറസ്, കോരശ് എന്നാ മലയാളത്തിൽ. പാഴ്സി രാജാവായ കോരശ് പറയാണ്, സൈറസ് പറയാണ്, നിങ്ങൾ പൊക്കോ, അല്ലേ, നിങ്ങൾ പൊക്കോ, യാത്ര പൊക്കോ, കുഴപ്പമൊന്നുമില്ല, അവിടെ പോയി ദൈവാലയം പണിതോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോക്കോണം? പൊന്ന്, വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലി, ഇതൊക്കെ കൊണ്ടുപോക്കോ. ഔദാര്യ ദാനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങി എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ അവര് യാത്ര പുറപ്പെട്ടു എന്ന് 5-ാം വാക്യത്തിൽ വായിക്കുന്നു. യാത്ര പുറപ്പെട്ടു. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാ കൊണ്ടുപോകുന്നതെന്ന് അവിടെ കാണുന്നുണ്ട്. വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റ് സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ, കുറേ സാധനങ്ങളുമായിട്ടാണ് യെരൂശലേമിലേക്ക് അവർ തിരികെ പോകുന്നത്. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്നും കൊണ്ടുപോയ സാധനങ്ങളാണിത്. മനസ്സിലായോ? നെബൂഖദ്നേസർ എന്ന രാജാവ് യെരൂശലേമിൽ നിന്ന് എടുത്തോണ്ട് പോയ സാധനങ്ങൾ കൂടെ സൈറസ് വരെ ഏൽപ്പിച്ചു. നിങ്ങൾ ഇതും കൂടെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോക്കോ. എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി, എത്ര പാത്രം, എത്ര ആ പാത്രത്തിന്റെ കൃത്യമായ അളവുകൾ, എത്ര പൊന്നുകൊണ്ടുള്ള പാത്രം, വെള്ളി കൊണ്ടുള്ള പാത്രം, എത്ര കത്തി, എത്ര താലങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തുന്നു. വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് തുനിയുന്നില്ല. അപ്പം അവരുടെ യാത്ര പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോൾ ഒത്തിരി നേതാക്കളെ നമ്മൾ യാത്രയിൽ കാണുന്നുണ്ട്. യാത്രയിൽ ഇങ്ങനെ വിവിധങ്ങളായ നേതാക്കളെ കാണുന്നുണ്ട്. അതിൽ ഒരു ലീഡർഷിപ്പിലേക്ക് വന്ന ഒരാളെന്ന നിലയിലാണ് എസ്രായെ നമ്മൾ കാണുന്നത്. യാത്ര പുറപ്പെട്ടപ്പോൾ എസ്രായ്ക്ക് ഒരു ബോധം വന്നു. ഈ യാത്ര സഫലമാകണമെങ്കിൽ ദൈവത്തിന്റെ കടാക്ഷവും അനുഗ്രഹവും വേണം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും യാത്രകൾ സഫലമാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കടാക്ഷവും വേണം, അല്ലേ? ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയല്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ ചാപ്റ്റേഴ്സിനെ നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, സൈറസ് പറയുന്നു, പൊക്കോ, നിങ്ങൾ ദൈവാലയത്തിലെ സാധനങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചു പൊക്കോ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെത്ര പേരുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഏകദേശം 42,360 പീപ്പിളാ. 42,360 പേരുണ്ട്. 1-2 പേരല്ല, 42,360 പേരുമായിട്ടാണ് അവർ യാത്ര പുറപ്പെടുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവരതിനിടയിൽ ടേബർനാക്കിൾ ഫെസ്റ്റിവലൊക്കെ ഓഫർ ചെയ്യുന്നു. അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സ്റ്റോറി കാണുന്നു. അങ്ങനെ മുമ്പോട്ട് സ്റ്റോറി പോയി വരുമ്പോൾ എസ്രായെ നമ്മൾ 7-ാം അധ്യായത്തിൽ മുതൽ 10-ാം അധ്യായത്തിൽ വരെ കാണുകയാണ്. എസ്രായ്ക്ക് മനസ്സിലായി, യാത്ര മുമ്പോട്ട് പോകണേ പ്രാർത്ഥന വേണം. നമ്മുടെ എല്ലാവരുടെയും യാത്രകൾ മുമ്പോട്ട് പോകണേ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാതെ യാത്ര ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയില്ലാതെ മുമ്പോട്ടൊരു യാത്ര സാധ്യമല്ല എന്ന് എസ്ര തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എസ്ര തീരുമാനിച്ചു, സീക്ക് ദ ലോർഡ് ഫസ്റ്റ്. ആദ്യം നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. സീക്ക് ദ ലോർഡ്. ആദ്യം നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. അപ്പൊ അതിനുവേണ്ടി അവരൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞാൻ നിങ്ങളും എന്തിനാ ഈ വെള്ളിയാഴ്ചകളിൽ ഓൺലൈനിലൂടെ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് സിമ്പിൾ, വളരെ ലളിതമാണ്. ടു സീക്ക് ദ ലോർഡ്, ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഇന്നത്തെ ചിന്തയിൽ പറയുന്ന ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ കാര്യം, when you cannot control the journey, surrender the journey. നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയ്ക്ക് മേൽ യാതൊരു കൺട്രോളും ഇല്ല, ഭയമുണ്ട്, ഭാരമുണ്ടെന്ന് തോന്നിയാൽ, അങ്ങനെയാണല്ലോ നമ്മുടെ യാത്ര, സറണ്ടർ യുവർ ജേർണി. നിങ്ങളുടെ യാത്രയെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. സമർപ്പണമുള്ള പ്രാർത്ഥന കഴിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞത്, സീക്ക് ദ ലോർഡ് ഇൻ യുവർ ജേർണി ആൻഡ് സറണ്ടർ യുവർ ജേർണി.
ദൈവത്തെ അന്വേഷിക്കുക. സീക്ക് ദ ലോർഡ് ഇൻ യുവർ ജേർണി. നിങ്ങളുടെ യാത്രയിൽ ദൈവത്തെ അന്വേഷിക്കുക. സറണ്ടർ ദ ജേർണി. നിങ്ങളുടെ യാത്രയെ സമർപ്പിക്കുക ദൈവത്തോട്. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. വായിക്കാമോ? 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കാം. അനന്തരം വായിച്ചു ആരെങ്കിലും? അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ചു ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. പ്രസിദ്ധപ്പെടുത്തി. നോക്കിയേ, സേഫ് ജേർണി. He was asking a safe journey. We might humble ourselves before our God and ask Him for a safe journey. അങ്ങനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണുന്നത്. We might humble ourselves before our God and ask Him for a safe journey. നിങ്ങളും ഞാനും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്, കർത്താവേ ഞങ്ങൾക്കൊരു ശുഭകരമായ യാത്ര, ശുഭയാത്ര. നമ്മളെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാ ഈ ലോകത്തിൽ. നമ്മളെല്ലാം യാത്ര ചെയ്യുക. ഞാൻ പറയുന്നത് ഒരിടത്തു നിന്ന് ഒരിടത്തേക്കുള്ള യാത്ര എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം പള്ളിയിൽ നിന്ന് വീട്ടിലേക്കോ, വീട്ടിൽ നിന്ന് പള്ളിയിലോട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു വീടുകളിലേക്കോ, ഇവിടെ നിന്ന് കേരളത്തിലേക്കോ ഉള്ള യാത്രയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ജീവിതം മുഴുവനും ഒരു യാത്രയാണ്. നമ്മുടെ എല്ലാവരുടെയും യാത്ര നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും യാത്രക്കാരാണ്, അല്ലേ? അതുകൊണ്ടാണ് പാട്ടുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ജീവിതയാത്രക്കാര, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? പാട്ടുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജീവിതയാത്രക്കാര, നിങ്ങൾ ജീവിതത്തിൽ ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കാലടികൾ എങ്ങോട്ട് എന്ന് പാട്ടുകാരൻ പാട്ടിലൂടെ ചോദിക്കുന്നു. സോ ഇവിടെ എസ്ര നമ്മൾ വായിക്കുന്ന എസ്ര എല്ലാവരെയും അഹവ നദിയുടെ തീരത്ത് കൂട്ടിവരുത്തി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യാത്രയ്ക്ക് പ്രാർത്ഥന വേണം. ഈ ശുഭയാത്രയ്ക്ക് ഒരു പ്രാർത്ഥന വേണം. എന്താ അവര് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ഈ എസ്രായിക്കറിയാം, യാത്ര മുമ്പോട്ട് പോകണേ ദൈവസഹായം ഇല്ലാതെ പറ്റത്തില്ല. ദൈവസഹായം ഇല്ലാതെ ഈ യാത്ര മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ പ്ലാനൊക്കെ കാണും, അല്ലേ? നമുക്ക് എല്ലാവർക്കും പ്ലാൻ ഉണ്ട്. ഭയങ്കര പ്ലാനാണ് നമുക്ക്. ചിലപ്പോൾ ഈ പ്ലാനിനൊക്കെ എതിരായിട്ടും പ്ലാനിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. യാത്രയ്ക്ക് വേണ്ടി എസ്ര ആലോചിച്ച് ആളുകളെ പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടിയപ്പോൾ ഹി ഡസ് നോട്ട് ഫസ്റ്റ് ഓർഗനൈസ് അൻ ആർമി. അവനൊരു ആർമി ഒന്നും ഉണ്ടാക്കിയില്ല. ഹി ഡസ് നോട്ട് ഫസ്റ്റ് ലുക്ക് ഫോർ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ. അവനൊരു എന്താ പറയാ, രാഷ്ട്രീയമായ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നും ശ്രമിച്ചില്ല. ഹി ഡസ് നോട്ട് കാൽക്കുലേറ്റ് എവറി പോസിബിൾ ഡേഞ്ചർ. ഒന്നും അവൻ ചിന്തിച്ചു, വഴിയിൽ എന്തൊക്കെ വരാം, അങ്ങനെ വരാം, ഇങ്ങനെ വരാം, അവര് ഞങ്ങളെ ആക്രമിക്കും, ഇവര് ഞങ്ങളെ ആക്രമിക്കും, ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, പാത്രങ്ങളുണ്ട്, ദൈവാലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളുണ്ട്, ഇതെല്ലാം ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കും. ഇതൊന്നും അവൻ ചിന്തിച്ചില്ല. ആ ഭാഗം ഒന്നും ചിന്തിച്ചില്ല. അവൻ ആദ്യം ചെയ്തത്, ഹി പ്രൊക്ലെയിംഡ് എ ഫാസ്റ്റിംഗ് there, and at the river of Ahava they all humbled themselves before God and asked God for a safe journey. അതാണ് 8:21 നമ്മൾ വായിച്ചത്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി, ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. They fasted and petitioned to God about their journey. അവരെല്ലാവരും തങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ ഫ്രൈഡേ ഫാസ്റ്റിങ്ങിന്റെ ഒക്കെ ഒരു ലക്ഷ്യം ഇതാണ്. We need to humble ourselves and seek the Lord and pray. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. യാത്രയിൽ എന്തെല്ലാം വരുമെന്ന് ആർക്കും അറിയില്ല, അറിയാമോ? We don't know what happens at the next point, അല്ലേ? ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരാണല്ലോ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്കറിയാം, നമ്മൾ ആ ഫ്ലൈറ്റിനകത്തേക്ക് കയറി നമ്മുടെ സീറ്റിലിരുന്നു. നമുക്ക് ഒത്തിരി ദൂരമുണ്ട്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണം. നമുക്കറിയത്തില്ല ആരാണ് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. ആ പൈലറ്റിനെ നമുക്ക് അറിയത്തില്ല. പൈലറ്റ് ഉണ്ടെന്ന് അറിയാം, കോക്പിറ്റിൽ പൈലറ്റ് ഉണ്ട്, അയാളെ സഹായിക്കുന്ന പിന്നെ എന്താ പറയാ, സെക്കൻഡ് ഓഫീസർ ഉണ്ട്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ പൈലറ്റിനെ നമുക്കറിയത്തില്ല, നമുക്ക് ഒരു പരിചയവും ഇല്ല. അയാളെ വിശ്വസിക്കുക നമ്മളല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. യു കനോട്ട് കൺട്രോൾ ദി എയർക്രാഫ്റ്റ്. ആൻഡ് യു ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ കോക്പിറ്റ്. കോക്പിറ്റിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. You cannot see the route beyond the clouds.
അല്ലേ? ക്ലൗഡിൻ്റെ ഇടയിൽ കൂടെയുള്ള റൗട്ട്, വഴി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഈ റൗട്ടിനെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ല. റൗട്ട് എന്താണ്, ഏത് റൗട്ടിലൂടെ പോകുന്നത്, ഒരു പിടിയില്ല. ഇല്ല, ഏത് വഴിയാ പോകുന്നത്? ആകെ കാണുന്ന കുറച്ച് ക്ലൗഡ്സ് മാത്രമാണ്. നമുക്കറിയില്ല ഏത് വഴിയാ പോകുന്നതെന്ന്. വി ഡോണ്ട് നോ വാട്ട് ദ പൈലറ്റ് ഈസ് ഡൂയിങ് എവറി മിനിറ്റ്. ഓരോ മിനിറ്റിലും പൈലറ്റ് എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് കൊടുക്കുക മാത്രമാണ്. ബട്ട് നമ്മൾ ആ സീറ്റിൽ ഇരിക്കുകയാണ്, അല്ലേ? വൈ? ബിക്കോസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. വഴി അറിയാവുന്ന ഒരാളുണ്ട്, അത് പൈലറ്റാണ്. അയാൾക്ക് ഓടിക്കാൻ അറിയാം, അയാൾക്ക് ഇതിൻ്റെ ടെക്നോളജി അറിയാം, അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, അയാൾക്ക് എവിടെ ലാൻഡ് ചെയ്യണം, എപ്പോൾ എങ്ങനെ അതിൻ്റെ വിങ്സ് മൂവ് ചെയ്യണം എന്നൊക്കെ അയാൾക്ക് അറിയാം, അല്ലേ? യു ട്രസ്റ്റ് ദ വൺ ഹു നോസ് ദ വേ, അല്ലേ? വഴി അറിയാവുന്ന ഒരാളെ നമ്മൾ അങ്ങ് ട്രസ്റ്റ് ചെയ്യുകയാണ്. യു ട്രസ്റ്റ് ദ വൺ ഹു നോസ് ദ വേ. വഴി അറിയാവുന്ന ഒരാളെ നമ്മൾ അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നു. ആസ് എ പാസഞ്ചർ വി ഡു നോട്ട് നോ എനിത്തിങ്. ആസ് എ പാസഞ്ചർ we does not need to understand everything the pilot is doing in order to travel safely. നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ഇതാണ്. ഫെയ്ത്ത് ഈസ് നോട്ട് നോയിങ് എവറിത്തിങ് അബൌട്ട് ദ ജേർണി. ഫെയ്ത്ത് ഈസ് ട്രസ്റ്റിംഗ് ദ വൺ ഹു നോസ് ദ ജേർണി. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഫെയ്ത്ത് ഈസ് നോട്ട് നോയിങ് എവറിത്തിങ് അബൌട്ട് ദ ജേർണി. ഫെയ്ത്ത് ഈസ് ട്രസ്റ്റിംഗ് ദ വൺ ഹു നോസ് ദ ജേർണി. ദൈവത്തിന് അറിയാം വഴി, ദൈവമാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? നിങ്ങൾ എന്തെല്ലാം പ്ലാൻ ചെയ്താലും, നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്താലും, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലൊന്നും ജീവിതത്തിൽ നടക്കണമെന്നില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സീക്ക് ദ ലോർഡ്, സറണ്ടർ ജേർണി. നിങ്ങളുടെ ജീവിതത്തെ സറണ്ടർ ചെയ്യുക ആൻഡ് ട്രസ്റ്റ് ഹിസ് ഡിറക്ഷൻ. ദൈവത്തിന്റെ ഡിറക്ഷൻ. നിങ്ങൾക്ക് റൗട്ട് അറിയത്തില്ല, നിങ്ങൾക്ക് ഡിറക്ഷൻ അറിയത്തില്ല. ട്രസ്റ്റ് ഇൻ ദി ഡിറക്ഷൻ ആൻഡ് റൗട്ട് ദ ലോർഡ് ഇസ് ഗിവിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം മുമ്പിൽ തരുന്ന ആ ഡിറക്ഷനും അതേപോലെ വഴിയും റൗട്ടും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. യു മെ നോട്ട് നോ വാട്ട് ടുമോറോ വിൽ ബ്രിങ്. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് നമ്മുടെ കൈ വരും, അറിയില്ല. ഹൗ യുവർ ഫാമിലി സിറ്റുവേഷൻ വിൽ ചേഞ്ച്. നമുക്കറിയില്ല നാളത്തെ നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ എങ്ങനെയാവുന്നു, ഒരു പിടിയിൽ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ യുവർ കരിയർ, ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ്, യു ഡോണ്ട് നോ. നമുക്കറിയത്തില്ല, അല്ലേ? എന്താണ് അടുത്ത ഓപ്പർച്യൂണിറ്റി, വി ഡോണ്ട് നോ. വേർ ഇസ് ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വെൻ ഇറ്റ് കംസ്, വി ഡോണ്ട് നോ. എൻ്റെ അടുത്ത ഓപ്പർച്യൂണിറ്റി എവിടെ വരും, എന്നാണ് വരുന്നത്, വി ഡോണ്ട് നോ, അല്ലേ? നമുക്കറിയില്ല. അതുകൊണ്ട് യാത്രക്കാരായ നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ നിൻ വഴി ദേവനെ ഭരമേൽപ്പിക്കുകയിൽ നിർണയം അത് ദൈവം നിനക്ക് നൽകും. ദൈവത്തിന് സ്തോത്രം. നാളെ നനച്ച് കലങ്ങേണ്ട, ദുഃഖവേള വരുമെന്ന് കരുതേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ, ദൈവത്തിന് സ്തോത്രം, കരുതാതെ കൈവിടുമോ? പാട്ടുകാരൻ ചോദിച്ച മനമേ കലങ്ങുന്നത് എന്തിനാണ്, മനമേ ചഞ്ചലം എന്തിനാണ്? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഹൂ ഈസ് ട്രാവലിംഗ് വിത്ത് യു. നിങ്ങൾക്ക് വഴി അറിയേല, വഴിയിൽ വരാവുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല, വഴിയിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയത്തില്ല, ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയത്തില്ല, അതൊന്നും അറിയത്തില്ല. ബട്ട് യു നോ വൺ തിങ്, വി നോ വൺ തിങ്, ഹൂ ഈസ് ട്രാവലിംഗ് വിത്ത് യു. ആരാ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതെന്നും ആരാണ് ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ക്ഷണിച്ചതെന്നും ഈ യാത്രയിൽ കൂടെ നടക്കുന്ന ആരാണെന്നും നമുക്കറിയാം. അതാരാണ്? ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് ഈ യാത്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വഴി നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തങ്ങളെ തന്നെ താഴ്ത്തി കുഞ്ഞുകുട്ടികളുടെ കൂടെ, കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടിയും സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് അവരെല്ലാം ഈ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ് എസ്ര മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകുന്നു. വേറൊരാൾ വായിക്കാമോ? 22-ാമത്തെ വാക്യം, 8:22 വായിച്ചാട്ടെ. ബൈബിൾ അടച്ചു വെച്ചോ? 8:22 വായിക്കാം. For I was ashamed to request of the king an escort of soldiers and horsemen to help us against the enemy on the road, because we had spoken to the king, saying, the hand of God is upon all those for good who seek him, but his power and his wrath are against all those who forsake him. ഓക്കെ, നോക്കിക്കേ. അവിടെ ഈ എസ്ര പറയുന്ന ഒരു വലിയ സങ്കടം അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. I was ashamed to ask the king for soldiers and horse people
to protect us from enemies on the road, because we had told the king, the gracious hand of our God is on everyone who looks to him, but his great anger is against all who forsake him. So we fasted and petitioned our God about this, and he answered our prayer. അപ്പം എസ്ര ഒരു കാര്യം മനസ്സിലാക്കി, രാജാവിനോട് സഹായം ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. എന്താ? എസ്ര നേരത്തെ തന്നെ രാജാവിനോട് പറഞ്ഞായിരുന്നു, എന്ത്? ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അവന് നാണം തോന്നി. നേരത്തെ രാജാവിനോട് പറഞ്ഞു, ദൈവത്തിന്റെ കൈ ദൈവത്തോട് അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായും ദൈവത്തിന്റെ കൈ ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് പ്രതികൂലമായും ഇരിക്കുമെന്ന് ഞങ്ങൾ രാജാവിനോട് നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ ഒരു നാണം. ശരിയല്ലേ? നമ്മുടെ ജീവിത വഴിയിൽ മറ്റൊരാളോട് സഹായം ചോദിക്കാൻ നമുക്കൊരു നാണം തോന്നാറില്ലേ? നിശ്ചയമായും നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു ഭൗതികമായ ആവശ്യം വന്നു, നിങ്ങൾക്ക് വേറൊരാളോട് സഹായം ചോദിക്കാൻ അല്പം മടി തോന്നും, ഇല്ലേ? തോന്നും, സ്വാഭാവികമാണ്. എസ്രായിക്കും തോന്നി, അയ്യോ എങ്ങനെയാണ്, എന്തിനാ ഈ സഹായം? വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടാ യാത്ര, കുട്ടികളുണ്ട് കൂടെ, സ്ത്രീകളുണ്ട് കൂടെ, പ്രായം ചെന്നവരുണ്ട് കൂടെ, സ്വർണം, പണം, ആഭരണങ്ങൾ, ദൈവാലയത്തെ പൊതിയുന്നതായിട്ടുള്ള വസ്തുക്കൾ, വെള്ളി, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, ഇതൊക്കെ കൊണ്ടാ യാത്ര. അപ്പം സത്യത്തിൽ വഴിയിൽ സഹായം വേണം. പക്ഷെ ഇത് രാജാവിനോട് ചോദിക്കാൻ ഒരു മടി. അപ്പോഴെന്ത് ചെയ്തു എന്നാണ് അടുത്ത വാക്യം. എന്താ? 23-ാമത്തെ വാക്യം വായിച്ചട്ടെ. ലജ്ജ തോന്നി രാജാവിനോട് ചോദിക്കാൻ. ഇതെങ്ങനെ ചോദിക്കും, അല്ലേ? നമുക്കും അങ്ങനെയാ, അല്ലേ? ഒരു ആവശ്യം, ഒരു കാര്യം ചോദിക്കാൻ നമുക്കൊരു മടി, അല്ലേ? അങ്ങനെ മടി തോന്നിയിട്ട്, അയ്യോ എന്താ എസ്ര ചെയ്തത്? മടി തോന്നിയിട്ടും എസ്ര ചെയ്തത് ആരാ? എന്താ ചെയ്തത്? വായിച്ച 23. ഞങ്ങൾ ഉപവസിച്ചു ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. നോക്കിക്കേ, ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങൾ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ഓക്കെ, ഞങ്ങൾക്ക് വേറെ ആളോട് സഹായം ചോദിക്കാനായിട്ട് ആഗ്രഹമില്ല. ഞങ്ങൾ എങ്ങനെ രാജാവിനോട് സഹായം ചോദിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് വേറൊരാളോട് സഹായം ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരോട് ചോദിച്ചു? ഇത് ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം എന്താ? അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, when your strength is not enough, നിങ്ങളുടെ ബലം പോരാ എന്ന് തോന്നിയാൽ, ഹല്ലേലൂയ, seek the God who is your strength. When your strength is not enough, seek the God who is our strength. നിങ്ങളുടെ ബലം നിങ്ങൾക്ക് പോരാ എന്ന് തോന്നിയാൽ നിങ്ങൾ ആരിലും ആശ്രയിക്കേണ്ടതില്ല. പിന്നെയോ ബലമായ ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, when you cannot control the journey, surrender the journey. നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ വഴിയിൽ എന്തെല്ലാം വരുമെന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. അങ്ങനെയെങ്കിൽ സറണ്ടർ ദ ജേർണി ഹു നോസ് ദ വേ. വഴി അറിയാവുന്ന ആളുടെ അടുക്കലേക്ക് സറണ്ടർ ചെയ്യുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു യേശു പറയുന്നു. ഐ ആം ദ വേ, ഞാനാണ് വഴി. ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം. ഐ ആം ദ ലൈഫ്, ഞാനാണ് ജീവൻ. ദൈവത്തിന് സ്തോത്രം. സറണ്ടർ യുവർ ലൈഫ് ആൻഡ് യുവർ ജേർണി. രണ്ടാമത് ഞാൻ പറഞ്ഞത്, when your strength is not enough, നിങ്ങളുടെ ആരോഗ്യവും ബലവും പോരാ എന്ന് തോന്നിയാൽ, seek the Lord who is your strength. ദൈവത്തെ അന്വേഷിക്കുക. അവനാണ് നിങ്ങളുടെ ശക്തി, അവനാണ് നിങ്ങളുടെ ബലം. ബലമായ ദൈവത്തെ അന്വേഷിക്കണമെന്ന് ഇതിലൂടെ എസ്ര നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ്ര ഒരു കാര്യം മനസ്സിലാക്കുന്നത്. തങ്ങളുടെ കൂടെ പുരോഹിതന്മാരാരും ഇല്ല. നോക്കിക്കേ, 24-ാമത്തെ വാക്യം. യാത്ര പുറപ്പെട്ട് കുറച്ചു നേരം കഴിയുമ്പോഴാണ്, അഹവ ആറ്റിന്റെ തീരത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും കൂടിയപ്പോഴാണ്
അവർ മനസ്സിലാക്കിയത് തങ്ങളുടെ യാത്രയിൽ പുരോഹിതന്മാർ കൂടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്മാരെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവര് കുറെ പുരോഹിതന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് അവരെ ഈ യാത്രയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പുരോഹിതന്മാരുടെ പ്രമാണിമാരിൽ വിളിച്ച് അന്വേഷിച്ച് അവരെ തെരഞ്ഞെടുത്ത് 12 പേരെ തെരഞ്ഞെടുത്ത് അവരുമായിട്ട് ചേർന്ന യാത്ര പിന്നെയും തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം കൊണ്ടുപോകുന്നതിൽ പലതും ദൈവാലയത്തിലെ ഉപകരണങ്ങളാണ്. ആലയത്തിൽ ഉപയോഗിക്കുന്ന വെള്ളിയും വഴിപാടുകളും പൊന്നും ഉപകരണങ്ങളുമാണ്. അതിൻ്റെയൊക്കെ കണക്ക് അവിടെ ഉണ്ട്. അതൊക്കെ സൂക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ പുരോഹിതരാണ്. അതുകൊണ്ട് പുരോഹിതന്മാരെയും ലേവ്യരെയും അവിടെ ഒരുമിച്ച് കൂട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 8-ാം അധ്യായം 15 വായിക്കാം. ഇവരെ ഞാൻ അഹവയിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടിവരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ച് പാർത്തു. ഞാൻ ജനത്തെയും മൂപ്പന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. നോക്കിക്കേ, ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല, പുരോഹിതന്മാരെ കണ്ടില്ല. അപ്പോൾ പുരോഹിതന്മാരെ അന്വേഷിച്ചു. അങ്ങനെ കുറെ പേരെ കൂട്ടി വരുത്തി. എന്നിട്ടാണ് ഉപവാസം അവർ ആരംഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ഉപവാസത്തിൽ പുരോഹിതരും പങ്കുചേർന്നു. അവരെല്ലാം ചേർന്ന് ഉപവസിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ യാത്ര തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എന്നെ ഈ വചനത്തിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ യാത്രയിലൂടെയാണ്. ജീവിതത്തിലെ യാത്രയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഉണ്ടാകാനുള്ള സാധ്യതകളും അറിയാം, അല്ലേ? നമുക്ക് എന്തെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇഫ് സംതിങ് ഗോസ് റോങ്, നമ്മുടെ ഉള്ളിൽ പേടി വന്നാൽ പറയും, അയ്യോ ഇതെങ്ങനെ ഞാൻ മറികടക്കും, അല്ലേ? എന്നാൽ വിശ്വാസമുള്ള ഒരാൾ പറയും, ഈവൻ ഇഫ് സംതിങ് ഗോസ് റോങ്, ഗോഡ് വിൽ ബി വിത്ത് മീ. ഗോഡ് വിൽ ബി വിത്ത് മീ. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പേടിയുള്ളവർ പറയും, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ വിശ്വാസമുള്ളവർ പറയും, ഫെയ്ത്ത് ഉള്ള ആളുകൾ പറയും, ഐ നോ വെയർ ടു ഗോ. എനിക്ക് എവിടെ പോകണമെന്ന് അറിയാം. ദൈവത്തിന് സ്തോത്രം. പേടിയുള്ള ആളുകൾ സാധാരണ പറയാം, ഐ നോട്ട് സ്ട്രോങ് ഇനഫ്, ഞാൻ അത്ര ശക്തിയുള്ളവനല്ല. എന്നാൽ ഫെയ്ത്ത് ഉള്ളവർ, വിശ്വാസമുള്ളവർ പറയും, മൈ ഗാഡ് ഈസ് സ്ട്രോങ് ഇനഫ്. ദൈവത്തിന് സ്തോത്രം, അല്ലേ? നമ്മൾ ചാർജ് പോയ ബാറ്ററി പോലെ ആവരുത്. തിങ്ക് അബൌട്ട് യുവർ മൊബൈൽ ഫോൺ. when the battery reaches 1%, 1% ഉള്ളൂ ഫോണിൽ ചാർജ്. അപ്പൊ സഡൻലി നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്യും. വി സ്റ്റോപ്പ് വാച്ചിങ് വീഡിയോസ് കാണുന്നത് നിർത്തും, ഫോട്ടോസ് കാണുന്നത് നിർത്തും, സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത് കാണുന്നത് നിർത്തും, അൺനെസസറി തിങ്സ് എല്ലാം നമ്മൾ കാണുന്നത് നിർത്തും. പെട്ടെന്ന് യുവർ മൈൻഡ് ഇമ്മീഡിയറ്റ്ലി ലുക്സ് ഫോർ വൺ തിങ്, എ പവർ സോഴ്സ്, അല്ലേ? നമുക്കൊരു ചാർജർ വേണം. പെട്ടെന്ന് നമ്മളൊരു ചാർജർ സംഘടിപ്പിക്കും, അല്ലെ? ഓടിപ്പോയി ചാർജർ എടുക്കും. എന്തിനാ? 1% ഉള്ളൂ. ഇപ്പൊ ഫോൺ ഡെഡ് ആവും, ഇപ്പൊ ഫോൺ നിന്ന് പോകും. ഇനി ഈ ഫോൺ യൂസ് ചെയ്യാൻ 1% പോലും അധികം ചാർജ് ഇല്ല. സോ യു ട്രൈ ടു ഗെറ്റ് എ പവർ സോഴ്സ്, അല്ലെ? പെട്ടെന്ന് തന്നെ ഒരു കണക്ടർ എടുത്ത് വന്ന് പെട്ടെന്ന് നമ്മൾ അത് കണക്ട് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്താ പറയാ, യു ലുക്ക് ഫോർ എ കണക്ഷൻ ആൻഡ് യു നീഡ് ടു പ്ലഗ് ഇൻ, അല്ലേ? ഒരു കണക്ഷന് വേണ്ടി നോക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ പറയാം, ലോർഡ് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു ഊർജവുമില്ല, ഒരു ബലവുമില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു ബലവും എനിക്ക് തോന്നുന്നില്ല. ലോർഡ് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. ഐ ഹാവ് നോ പവർ. I don't know where to go. I don't know how to seek others. I don't know how to ask. I don't want to ask others. ഞങ്ങൾക്ക് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. വേറെ ആരോടും എനിക്ക് ചോദിക്കാൻ ധൈര്യവും ഇല്ല. ഓ ലോർഡ്, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് അതർ ദാൻ യു. എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പറയാ, ദൈവമേ നീയാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾക്ക് വേറെ ആരോടും ചോദിക്കാനായിട്ട് പറ്റുകയില്ല. നീയാണ് ഞങ്ങളുടെ ആശ്രയം. Sometimes your weakness becomes the place where you finally reconnect with God.
നിങ്ങളുടെ വീക്ക്നെസ്സിന്റെ സമയത്തായിരിക്കും നമ്മൾ ദൈവത്തോട് റീകണക്ട് ആവാനായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയാ 2 കൊരിന്ത്യൻസിൽ തനിക്ക് രോഗവും ദുഃഖവും പ്രയാസവും ഒക്കെ അധികമായപ്പോഴും പൗലോസ് തുടർച്ചയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് തുടർച്ചയായിട്ട് ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരാളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കുറെ അധികം നാൾ തന്റെ ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ ഭാരങ്ങളിലൂടെ പോകുമ്പോൾ 12-ാം അധ്യായത്തില് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കർത്താവ് അവനോട് സംസാരിച്ചതായിട്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിന്മേൽ യഹോവയായ ദൈവം ഒരു ശൂലം തന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ തക്കവണ്ണം സാത്താന്റെ ഒരു ദൂതനെ തന്നു. അതെന്നിൽ നിന്നും നീങ്ങിപ്പോകേണ്ടതിന് ഞാൻ ഒത്തിരി വട്ടം, എത്ര വട്ടം? 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് പറഞ്ഞെന്താ? എന്റെ കൃപ നിനക്കും മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്നിട്ട് പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ദൈവത്തിന് സ്തോത്രം. അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പൗലോസ് ഇങ്ങനെ എഴുതി, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. 12-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. when I am weak, then I am strong in Christ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവകാര്യങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ വഴിയിലെ ഞെരുക്കങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും എല്ലാം ദൈവം മാറ്റിത്തരും. ബിക്കോസ് ഹിസ് സ്ട്രെങ്ത് his strength is enough for us. His strength never ends. His strength begins when your wisdom ends. His wisdom continues in your route, in your journey, in your way. ഞാൻ ഇന്ന് പകൽക്കാലം 2 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിച്ചത്. ഒന്ന്, when you cannot control the journey, നിങ്ങളുടെ യാത്രയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് സറണ്ടർ യുവർ ജേർണി, നിങ്ങളുടെ വഴിയെ ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. 2, when your strength is not enough, നിങ്ങളുടെ യാത്രയ്ക്ക് ആവശ്യമായ ബലം നിങ്ങൾക്കില്ല എന്ന് തോന്നുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കുക, സീക്ക് ദ ഗാഡ് ഹു ഈസ് യുവർ സ്ട്രെങ്ത്. ദൈവത്തെ അന്വേഷിക്കുക, കാരണം അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ സങ്കേതം, എൻ്റെ ആശ്രയം. നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് ഈ രാവിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ബലമായ ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. യാത്രയിൽ സഹായമായ ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് എസ്രാ തന്റെ ജനത്തെ ഒരുക്കിയതുപോലെ, തങ്ങളുടെ യാത്ര സഫലമാകേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ യാത്ര സഫലമാകേണ്ടതിനായി കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്റെ ശക്തിക്കായിട്ട് ആശ്രയിക്കുന്നു. നിന്റെ ബലത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നമ്മൾ മുമ്പ് പാടിയ പാട്ട്, അതിൻ്റെ 1-2 ചരണം വീണ്ടും പാടി നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. നിൻ വഴി ദേവനെ ഭരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റും. ഭാരമെഹോവയിൽ വെച്ചിടുകിൽ, നാൾ തോറും നടത്തുമവൻ. മനമേ ചഞ്ചലമെന്തിനായി. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,
ഞങ്ങളുടെ ഈ ഭൂലോക യാത്രയിൽ ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. ആമേൻ. ഞങ്ങളുടെ വഴിയിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെന്നും പ്രതികൂലമുണ്ടെന്നും ഞങ്ങൾ അറിയുന്നില്ല അപ്പനെ. എന്നാൽ ഞങ്ങളുടെ വഴിയെ നടത്തുന്നവൻ, ഞങ്ങളുടെ വഴിയെ പരിപാലിക്കുന്നവൻ, ഞങ്ങളുടെ കൂടെ നടക്കുന്നവന് വഴി അറിയാം. ഓ കർത്താവേ, നീ തന്നെ വഴിയും സത്യവും ജീവനുമാണല്ലോ. ഓ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വഴി ഞങ്ങൾ ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ വഴികളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കാരണം ഞങ്ങൾക്കറിയില്ല വഴിയിൽ എന്തെല്ലാം ഉണ്ട് എന്ന്. ഞങ്ങൾ നിന്നിൽ സമർപ്പിക്കുന്നു. ആ എസ്രാ ശാസ്ത്രി നിന്നിൽ അവരുടെ വഴി സമർപ്പിച്ചതുപോലെ ദൈവമേ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്തെല്ലാം ആപത്തും അനർത്ഥവും വരുമെന്ന് എസ്രയ്ക്ക് അറിയില്ലായിരുന്നു. കൂടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഒത്തിരി അധികം വില പിടിച്ചതൊക്കെയും കൊണ്ടാണ് അവൻ യാത്ര ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വഴിയിൽ അപകടങ്ങൾ ഉണ്ടാകാം, അതേപോലെ കള്ളന്മാരും കവർച്ചക്കാരും ഉണ്ടാകാം, അതേപോലെ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ശക്തികളുണ്ടാകാം, ഞങ്ങളെ കീഴ്പ്പെടുത്തുന്ന ബലമുള്ളവരുണ്ടാവാം, ശത്രുക്കളുണ്ടാവാം ദൈവമേ. അതേപോലെ മറ്റ് ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എസ്ര തൻ്റെ വഴിയെ, തങ്ങളുടെ ജനത്തിൻ്റെ വഴിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു, ഭരമേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നതുപോലെ ഞങ്ങളുടെ വഴിയിലും ദൈവമേ ഞങ്ങളെ തന്നെ സമർപ്പിക്കാനും ഭരമേൽപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. മാത്രമല്ല, ഓ കർത്താവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ സ്ട്രെങ്ത്, ഞങ്ങളുടെ ആരോഗ്യം പോരാ കർത്താവെ. ഞങ്ങളുടെ ഈ ആരോഗ്യം കൊണ്ടും ഞങ്ങളുടെ ബലം കൊണ്ടും ഈ വഴിയിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല കർത്താവ്. ഞങ്ങളുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന പല കാര്യങ്ങളും വരാറുണ്ട്. രോഗം, ക്ഷീണം, കഷ്ടത, സങ്കടം കർത്താവെ, അപകട ആപത്തുകൾ കർത്താവെ, മുറിവുകൾ, ചതവുകൾ, ഒടിവുകൾ ഒക്കെ ഞങ്ങളുടെ വഴിയിലുണ്ട് കർത്താവെ. ഈ വഴിയിൽ ഞങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ചാൽ ഞങ്ങൾക്ക് ഈ വഴി യാത്ര മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല കർത്താവെ. ഞങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ചാൽ ഈ വഴിയിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവെ. ഞങ്ങളുടെ ബലം ക്ഷയിച്ചു പോകും കർത്താവെ. ഞങ്ങളുടെ ബലത്തിനൊക്കെ പരിമിതിയുണ്ട്. ഞങ്ങളുടെ ആരോഗ്യത്തിനും ബലത്തിനും ഒക്കെ പരിമിതിയുണ്ട് കർത്താവെ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കർത്താവെ. അതുകൊണ്ട് ബലമുള്ള ദൈവത്തിങ്കിലേക്ക് ഞങ്ങളുടെ വഴിയെ ഏൽപ്പിക്കാൻ സഹായിക്കണമേ. നീയാണ് ബലവാൻ, നീയാണ് ബലം നൽകുന്നവൻ, നീയാണ് ബലം പകരുന്നവൻ കർത്താവെ. നീയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ആ ബലമായ ദൈവത്തിങ്കിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുവാൻ ഇടയാക്കണമേ കർത്താവെ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ സ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ ഇടങ്ങളിൽ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച പാട്ടുകൾ, പ്രാർത്ഥനകൾ, വചനമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുദിനം ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തണം. മശിഹായുടെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഇന്നുമല്ല ഇപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛാ. Thank you, Acha.